പ്രധാന പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ബില്യൺ ഡോളറുകളാണ് അയൺ ഡോമിനായി ഇസ്രായേൽ ചെലവഴിക്കുന്നത്. എന്നാൽ അയൺ ഡോമിനെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുല്ല. ഇതിന്റെ വീഡിയോയും ഹിസ്ബുല്ല പുറത്തുവിട്ടിട്ടുണ്ട്. ശത്രുക്കൾ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനമാണ് അയൺ ഡോം. എന്നാൽ അയൺ ഡോമിന് നേരെ വരുന്ന ആക്രമണം പോലും അതിന് ചെറുക്കാൻ സാധിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഹിസ്ബുല്ല നൽകുന്നത്. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണവും അയൺ ഡോമിന് ചെറുക്കാൻ സാധിച്ചിരുന്നില്ല. വടക്കൻ അധിനിവേശ ഫലസ്തീനിലെ റാമോട്ട് നഫ്താലിയിലാണ് ഹിസ്ബുല്ല അയൺ ഡോമിനെ നേരിട്ട് ആക്രമിച്ചത്. എന്നാൽ പതിവ് പോലെ ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിച്ച് രംഗത്ത് വന്നു. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഇസ്രായേലിന്റെ വാദം. നേരത്തെ ഗോലാൻ കുന്നുകളിലെ അയൺ ഡോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുല്ല അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് ഹിസ്ബുല്ല വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് യുദ്ധവിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഹിസ്ബുല്ല തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളുടെ സാമ്പിളുകൾ ഇസ്രായേലിന് മുന്നിൽ വെളിവാക്കുകയാണ്. ആവശ്യമാണെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന പുതിയ 3 തരം മിസൈലുകൾ ഹിസ്ബുല്ല വിന്യസിച്ചിട്ടുണ്ട്. 2006 ഇസ്രായേൽ ലബനാൻ യുദ്ധസമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് അൽമാസ്. നേരത്തെ തന്നെ ലക്ഷ്യം നിർണ്ണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോളർ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രായേലി റിസർച്ച് സെന്ററായ അൽമാസ് സൂചിപ്പിക്കുന്നു. അൽമാസ് 3 ഉപയോഗിച്ചാകും ഇസ്രായേലിന്റെ അയൺ ഡോം യൂണിറ്റിനെ ആക്രമിച്ചതെന്ന് സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ ആസാദ് പറഞ്ഞു. ഈ മിസൈലിന് കൂടുതൽ റേഞ്ചും വിസ്ഫോടന ശേഷിയുമുണ്ട്. അൽമാസ് 3 ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ്. ഫൈബർ ഒപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നും ആസാദ് പറഞ്ഞു. 2011 ഇസ്രായേൽ അയൺ ഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും റോക്കറ്റുകളെ തടയുകയായിരുന്നു ലക്ഷ്യം. 2006 യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയൺ ഡോമിനെ കുറിച്ച് ഇസ്രായേൽ ചിന്തിക്കുന്നത് തന്നെ. റഡാറിന്റെ സഹായത്തോടെ താമിർ മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൺ ഡോം ശത്രുവിന്റെ മിസൈലുകളെ തടയുന്നത്. 70 കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ അതിന് തകർക്കാനാകും. അയൺ ഡോമിനായി വലിയ തുകയാണ് ഇസ്രായേൽ ഓരോ വർഷവും ചെലവിടുന്നത്. 3-4 ലോഞ്ചറുകൾ അടങ്ങുന്ന ഒരു അയൺ ഡോം യൂണിറ്റിന് ഏകദേശം $100 മില്യൺ വില. അയൺ ഡോമിന്റെ പ്രതിരോധ ശേഷി 90% ഇസ്രായേലിന്റെ വാദം. എന്നാൽ 80% മാത്രമേയുള്ളൂവെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. ഇതിന്റെ തെളിവായിരുന്നു ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം. ഇതുകൂടാതെ ദിവസങ്ങൾക്ക് മുൻപും ടെൽ അവീവിനെ ലക്ഷ്യമാക്കി നിരവധി മിസൈലുകൾ ഹമാസ് വിക്ഷേപിച്ചിരുന്നു. ഇത് പലയിടത്തും നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതേസമയം അയൺ ഡോമിനെ തന്നെ തകർക്കുന്ന മിസൈൽ ഹിസ്ബുല്ല അയച്ചത് ഇസ്രായേലിന് കൂടുതൽ തലവേദനയുണ്ടാക്കുമെന്നത് ഉറപ്പാണ്. അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഹൂത്തികൾ. ഇസ്രായേലിലെ ഈല തുറമുഖത്തേക്ക് പുതിയ മിസൈൽ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഹൂതി വിമതർ. കര ഇന്ധന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പോർമുനയിൽ ഫലസ്തീൻ കഫിയയുടെ ചിത്രമുള്ള മിസൈലാണ് തൊടുത്തത്. ദ്രവ്യ ഇന്ധന മിസൈലുകളാണ് ഹൂത്തികൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. അടുത്തിടെ ഇത്തരത്തിലുള്ള ദ്രവ്യ ഇന്ധന മിസൈൽ ഹൂത്തികൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ സേന ആക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു. എന്നാൽ വേഗത്തിൽ സജ്ജീകരിക്കാനും തൊടുക്കാനും കഴിയുന്നവയാണ് കര ഇന്ധന മിസൈലുകൾ. പ്രാദേശികമായി നിർമ്മിച്ചതാണ് ഫലസ്തീൻ മിസൈൽ എന്നാണ് ഹൂത്തികളുടെ അവകാശവാദം.